നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ പരിഗണിച്ച ഭൂലോകത്തിൽ മുഴുവൻ തന്നെ പറയാം, ഏത് ശാസ്ത്രവും അതാത് പ്രദേശത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാത് പ്രദേശത്തിനും അതല്ലെങ്കിൽ ഈ ഭൂമിക്കും തന്നെ ഉപകാരപ്രദമായ നിലനിൽപ്പിൻ്റേതായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊക്കെ ഇപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗൃഹം പണിയുടെ അല്ലെങ്കിൽ മറ്റതിൻ്റെ എന്തിൻ്റെ ആയാലും ഏത് രാജ്യത്തും ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെയും അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വടക്കേ ഇന്ത്യയിൽ അപ്രത്യക്ഷമായി എന്ന് പറയേണ്ടി വരും. കാരണം മുഗൾ രാജാക്കന്മാരുടെ തുടർച്ചയായിട്ടുള്ള ആധിപത്യമെന്ന് പറയാം. പക്ഷെ അത് കുറച്ചൊക്കെ തെക്കോട്ട് നീങ്ങി തെക്കേ ഇന്ത്യയിലാണ് കുറച്ചിപ്പോൾ ഉള്ളത്. അതിൽ കൂടുതൽ കൃത്യതയോടുകൂടിയോ അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യങ്ങൾ ഒരുവിധം അല്ലെങ്കിൽ മുഴുവൻ തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവുകളെ പറ്റി കേൾക്കും. ആ അളവുകളുടേതായ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യത്തോടു കൂടി വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലോ മറ്റു പ്രദേശങ്ങളിലോ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു മണയടി ശാസ്ത്രം എന്നൊക്കെ പറയും. പക്ഷേ ഈ മലയാളി അടി ഇഞ്ച് എന്നുള്ള ആ ഒരു തത്വം വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് 200-ലധികം വർഷമായിട്ടില്ല എന്നുള്ള തീർച്ചയാണ്. അപ്പോൾ ഒരു കണക്കിന് പറയുക ആ മലയാളി ശാസ്ത്രവും എത്ര ഉണ്ടും നമ്മുടെ പൂർവികതയോട് യോജിച്ചതാണെന്നും പറയാൻ പറ്റില്ല. ഈ ശാസ്ത്രങ്ങൾ നമുക്ക് എന്തിനാണ് നമ്മളെ നിലനിർത്താൻ പറയുന്നത്? അതിനുള്ള എവിടുന്നാണ് ശക്തി പകർന്നു തരുന്നത്? ആ ശക്തിക്ക് അല്ലെങ്കിൽ പ്രകൃതിക്ക് അടിസ്ഥാനം നമുക്കൊക്കെ പറയാവുന്നത് നാം ജീവിക്കുന്ന ഭൂമി തന്നെ. പക്ഷെ ആ ഭൂമി തന്നെ നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആ ഭൂമിയെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത് ഒരേ ഒരു ശക്തി എന്നുള്ള ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിൻ്റെ നിയന്ത്രിതാവായ ആ സൂര്യൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നാം ഒരു സൗരയൂഥത്തിൽ അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനം നമുക്ക് തത്വത്തിൽ സൂര്യൻ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ പ്രകൃതി ചൈതന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തുശാസ്ത്രവും നിലനിൽക്കുന്നത്. നമുക്കൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മരവും മറ്റുള്ള പറമ്പുകളിൽ ഉണ്ടെങ്കിൽ അത് ആ റോഡിലേക്ക് ചാഞ്ഞു വരും. പോരാ, നമ്മുടെ വീടുകളിൽ നമ്മൾ 4 വശത്തും കുറച്ചുള്ള സ്ഥലത്തായാലും നമ്മൾ ഒരു 2 വൃക്ഷം വെച്ചാൽ അതും നമ്മുടെ പറമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വരും. രണ്ടിൻ്റെയും കാരണം ഒന്നാണ്. എന്തുകൊണ്ട്? മറ്റുള്ള സ്ഥലങ്ങളിൽ സൂര്യവെളിച്ചം കിട്ടാൻ സാധ്യതയില്ല. റോഡിൽ ഒഴിവുള്ള സ്ഥലത്ത് കുറച്ച് സൂര്യവെളിച്ചം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ സൂര്യവെളിച്ചം കിട്ടും. അപ്പോൾ ആ സൂര്യൻ്റെ വെളിച്ചമാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ അത് കിട്ടുവാനുള്ള ഒരു ജിജ്ഞാസയാണ് ഈ മരങ്ങൾക്ക് മുഴുവൻ. അതുപോലെ തന്നെ നമ്മുടെ പക്ഷിമൃഗാദികൾ അവർക്കും ആ സൂര്യൻ ഉദിക്കാറായാൽ എന്തോ ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു പാട്ട് പാടലെന്ന് തന്നെ പറയാം. അതിനുള്ള ഒരു കോഴി പോവുക എന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് പറഞ്ഞാലും വേണ്ടില്ല. അപ്പോൾ അവർക്കും അതിനോടൊരു സന്തോഷമുണ്ട്, എന്തോ നമുക്കൊരു ശക്തി പകർന്നു തരുമെന്നുള്ളത്. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് മാത്രമാണോ അതില്ലാത്തതെന്നുള്ള സംശയം തോന്നും. എന്നാലും നമുക്കപ്പോൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളൊക്കെ പ്രകൃതി നിയന്ത്രിക്കുന്നത്. നമ്മൾ സാധാരണയായി ഗൃഹനിർമ്മാണത്തിലായാലും ക്ഷേത്ര നിർമ്മാണത്തിലായാലും തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കിഴക്കിൻ്റെ പ്രാധാന്യം പറയും. നമുക്ക് കിഴക്കിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ നിശ്ചയമുള്ളത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. അങ്ങനെ കിഴക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാററിയാം, തെക്കറിയാം, വടക്കറിയാം. അതല്ലെങ്കിൽ തെക്ക് വടക്കും ഇല്ല, കിഴക്ക് പടിഞ്ഞാറും ഇല്ല. അപ്പോൾ ആ സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് ഉദിക്കുന്ന സ്ഥലത്തല്ല നാളെ സൂര്യൻ ഉദിക്കുന്നത്. പിറ്റേ ദിവസം കുറച്ച് വടക്കോട്ട് പോകും, പിന്നെയും വടക്കോട്ട് പോകും, പിന്നെയും വടക്കോട്ട് പോകും. അപ്പോൾ അത് കിഴക്കല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ തെക്കോട്ട് പോകും, അത് കിഴക്കല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സൂര്യൻ്റേതായ കിഴക്ക് എന്ന് പറയുകയാണെങ്കിൽ
ഒരു കണക്കിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ തെക്കോട്ടും വടക്കോട്ടും നമ്മുടെ കാഴ്ചയെ സൂര്യൻ ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്നതുകൊണ്ടാണ് സൂര്യൻ്റെ ഇങ്ങനെ തോന്നുന്നത് എങ്കിലും ആ നീക്കത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒട്ടാകെയുള്ള നീക്കത്തിൻ്റെ തെക്ക് വടക്കുള്ള ആ നീക്കത്തിൻ്റെ മധ്യമാണ് കൃത്യമായ കിഴക്ക് എന്ന് പറയാം. അതൊക്കെ നമുക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർച്ച് 24, സെപ്റ്റംബർ 24 അങ്ങനെ 2 ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് നേരെ കിഴക്ക് ഉദിക്കുള്ളൂ. അപ്പോൾ എവിടെ നോക്കി നിന്നാലും നമുക്ക് കൊല്ലത്തിൽ ആർക്കായാലും 2 ദിവസമേ നേരെ സൂര്യനെ കിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശാസ്ത്രം ആ കിഴക്കിനും കുറച്ച് ഇളവ് തന്നുണ്ട്. എങ്ങനെ? കുറച്ച് വടക്കോട്ടുള്ള കിഴക്കുണ്ട്, കുറച്ച് തെക്കോട്ടുള്ള കിഴക്കുണ്ട്. അതൊക്കെ കിഴക്കായിട്ട് കണക്കാക്കി നമുക്ക് ഗൃഹാദികൾ നിർമ്മിക്കാമെന്നാണ് ശാസ്ത്രസമ്മതം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താണ് പ്രകൃതി, ഈ പ്രകൃതി കാണാൻ കാരണം എന്താണ്? ഭൂമിയുടെ തിരിച്ചൽ. മറ്റത് പ്രദക്ഷിണം വയ്ക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു തെക്കോട്ടും വടക്കോട്ടും പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പകലും രാത്രി അല്ലെങ്കിൽ കിഴക്കും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സൂര്യൻ ദിവസത്തിലൊരിക്കൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കാരണം. അപ്പോൾ ഭൂമിയുടെ ചലനം അല്ലെങ്കിൽ ഭൂമിയുടെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിഴക്ക് പടിഞ്ഞാറുമാണ്, മറ്റത് തെക്ക് വടക്കുമാണ്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കിൻ്റെയും പ്രാധാന്യം ആ ഗമനത്തിൻ്റേത് തന്നെയാണ്. അതിന് വേണ്ടത് നമുക്കൊരു ഉദാഹരണം പറയാൻ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കൂട്ടരാണ്. വാഹനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുക പതിവ്? അല്ലെങ്കിൽ എങ്ങനെയാണ് വാഹനത്തിൽ സീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? എല്ലാ സീറ്റുകളും മുൻപിലേക്ക് നോക്കി വാഹനത്തിന് കൃത്യമായ ദിശയിലിരിക്കുന്ന വിധം. നമ്മൾ ആ സീറ്റിൽ കുറച്ച് ചെരിഞ്ഞിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തോ നമുക്കൊരു അസ്വസ്ഥത തോന്നി നമ്മൾ നേരെ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. അപ്പം നമുക്കൊരു വാഹനത്തിൽ കയറി നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്താൻ അല്ലെങ്കിൽ നമുക്ക് സുഖത്തോട് കൂടിയിട്ട് എത്താൻ നമുക്ക് ഏറ്റവും നല്ലത് വാഹനം സഞ്ചരിക്കുന്ന ആ ദിശയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെയല്ലേ ഭൂമിയിലും ചെയ്യുന്ന ഗൃഹാദികളായാലും ആരാധനാലയങ്ങളായാലും ആ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും കൃത്യമാക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികർ, നമ്മുടെ എന്ന് പറയട്ടെ, അവർ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും കൃത്യതയാക്കി ഗൃഹാദികൾ നിർമ്മിക്കണം എന്ന് പറയാറുണ്ടായ കാരണം. അപ്പോൾ വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനമായ തത്വം തന്നെ നമുക്ക് കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും വേണമെന്നുള്ളതാണ്. ഇനി ഈ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കിനും എത്രണ്ടും ഒരു തീർച്ച അല്ലെങ്കിൽ കൃത്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയുകയാണെങ്കിൽ നിങ്ങൾ കിഴക്ക് വശത്തായിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നാപ്പുറത്തുള്ള ആൾ പറയും അല്ല പടിഞ്ഞാറ് വശത്താ പറയും. ഇപ്പുറത്തുള്ള ആളെന്ത് പറയും? തെക്ക് വശത്താണെന്നും അപ്പുറത്തുള്ള വടക്ക് വശത്താണെന്നും പറയും. അപ്പോൾ എന്ത് വന്നു? ഈ കിഴക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും യാതൊരു അടിസ്ഥാനമില്ല. പിന്നെ അടിസ്ഥാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതിന് എന്തെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് വേണം. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയത്തിൻ്റെ വടക്കാണോ തെക്കാണോ പടിഞ്ഞാറാണെന്ന് പറഞ്ഞാൽ എന്ത് വേണം? കോട്ടയത്തിന് നടുവിൽ ഒരു പോയിൻ്റ് വേണം. ഒന്നിലോ റെയിൽവേ സ്റ്റേഷൻ കണക്കാക്കിയിട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ ചിട്ടാണത്തെ തിരുനക്കര അമ്പലം കണക്കാക്കിയിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിൻ്റെ തെക്കോ വടക്കോ കിഴക്കോ പടിഞ്ഞാറോ എന്ന് പറയണം. അപ്പോൾ നമുക്കൊരു കിഴക്ക് പടിഞ്ഞാറ് നിശ്ചയിക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് വേണം. നമ്മൾ ഭൂമിക്ക് മൊട്ടാക്കും നമ്മളെന്താ ചെയ്യുന്നത്? ഇന്നലെ നമ്മൾ കൊല്ലം ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട്. അത് ആദ്യം ന്യൂ ഇയർ ഉണ്ടായത് എവിടെയാണെന്നാണ് പറയണത്? ന്യൂസിലൻഡിൻ്റെ അപ്പുറത്തൊരു ദ്വീപിൽ. അപ്പോൾ നമ്മളെന്ത് വന്നു? ആദ്യം അവിടെ കിഴക്ക് കണ്ടതുകൊണ്ട് അവരൊക്കെ കിഴക്കുള്ളവരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് യൂറോപ്പിലെത്തുമ്പോഴേക്കും എന്തായി? അത് കുറച്ച് പടിഞ്ഞാട്ട് പോയി എന്നുള്ള സങ്കല്പമായി. ഉച്ച കഴിഞ്ഞു. അപ്പോൾ എന്ത് വന്നു? അവരൊക്കെ പടിഞ്ഞാറുള്ളവരെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്രീൻവിച്ച് ടൈമോ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് രേഖയോ കണക്കാക്കി അതിൻ്റെ പടിഞ്ഞാറുള്ളവരൊക്കെ പടിഞ്ഞാറുള്ള യൂറോപ്യൻസ് വെസ്റ്റേണേഴ്സായിട്ടും മറ്റുള്ളവരൊക്കെ ഈസ്റ്റേണേഴ്സായിട്ടും കണക്കാക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഭൂമിയെ സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ഇല്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഭൂമിക്ക് ഒട്ടാകെ നമ്മളൊരു വാസ്തു കണക്കാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെവിടെ കണക്കാക്കണം? ഭൂമധ്യം. അപ്പോൾ ഭൂമധ്യത്തിലൊരു പോയിൻ്റ് ഓഫ് റെഫറൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒട്ടാകെയുള്ള വാസ്തുവിൻ്റെ. പക്ഷെ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ആ ഭൂമിയെ നമ്മൾ വൻകരകളായി തിരിക്കുന്നു. ആ വൻകരകളെ നമ്മൾ രാഷ്ട്രങ്ങളാക്കണം, അതിനെ സംസ്ഥാനമാക്കണം, പിന്നെ നമ്മൾ ജില്ലകളാക്കി അവസാനം നമ്മൾ എവിടെ എത്തണോ? നമ്മുടെ കണ്ടെത്താവുന്ന നമ്മുടേതായ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതായ ആ 5 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും. അല്ലെങ്കിൽ അതേ നമുക്ക് ചുരുങ്ങി കണക്കാക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ ആ 10 സെൻറ്റിൻ്റെ ഗുണദോഷങ്ങൾ
ഭൂമിയോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എന്തൊക്കെ ആ ഭൂമിക്കുള്ള ഗുണഗണങ്ങളുണ്ടോ അതെല്ലാം ഈ 10 സെന്റിലും ഉണ്ടെന്നുള്ളതാണ് തത്വം. ഭൂമിക്ക് മധ്യത്തിൽ പോയിന്റ് ഓഫ് റെഫറൻസും അതിനോട് ചേർന്ന് തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറും ഉണ്ടെങ്കിൽ ഈ 10 സെന്റിനുള്ള സ്ഥലത്തിനും ഒരു മധ്യത്തിൽ ഒരു ബിന്ദു അടിസ്ഥാനപ്പെടുത്തി ആ ബിന്ദുവിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു 10 സെന്റിൻ്റെ തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറും എടുക്കണ തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറും അല്ല, അടുത്ത വ്യക്തിയുടെ തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറും. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു റോഡിൻ്റെ, എൻ്റെ സ്ഥലം റോഡിൻ്റെ പടിഞ്ഞാറാണെന്ന് വെച്ചാൽ ഞാനെന്ത് പറയും? എൻ്റെ റോഡ് കിഴക്കാ പറയും. അപ്പുറത്തുള്ള ആളെന്ത് പറയും? അയാളുടെ പടിഞ്ഞാറാന്നും പറയും. ഒരു റോഡാണുള്ളത്, ആ റോഡിന് ഒരാൾ കിഴക്കെന്നും പറയും, ഒരാൾ പടിഞ്ഞാറെന്നും പറയും. അത് വാദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് നമ്മളൊക്കെ അടിസ്ഥാനപ്പെടുത്തുന്നത്? ആ വാസ്തു എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ വാസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മാത്രമേ നോക്കണ്ടൂ, അടുത്തുള്ളത് നോക്കണ്ട. മറ്റവരുടെ പറമ്പിൽ വേറെ ഉണ്ടോ, ഉയർന്ന കെട്ടിടമുണ്ടോ, വേറെ വൃക്ഷമുണ്ടോ, അവിടെ വേറെ ആൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള തത്വം വാസ്തുശാസ്ത്രത്തിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ തെറ്റാണ്. നമ്മൾ കണക്കാക്കുന്നത് ആ പറമ്പിനെ മാത്രം കണക്കാക്കി ആ പറമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണോ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറുമെങ്കിൽ ആ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും മാത്രം തീർച്ചയാക്കിയിട്ടാണ് നമ്മൾ ഗൃഹാദികൾ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? ആ ഭൂമിക്ക് ഒട്ടാകെ ഒരു ആകർഷണ ശക്തിയും ആ ഭൂമിയോട് ബന്ധപ്പെട്ട എല്ലാം അതിൻ്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അത് കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 10 സെന്റിൻ്റെ കഥ എന്താ? നമ്മുടെ 10 സെന്റിൻ്റെ 4 വശത്തുള്ള എല്ലാ പാർട്ട് ആൻഡ് പാഴ്സൽസ് എന്ന് പറയട്ടെ, അതെല്ലാം അതിൻ്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കും. ആ മധ്യത്തിനാണ് നമ്മൾ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചൈതന്യം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരുന്നു? നമ്മുടെ 10 സെന്റ് എന്നുള്ള സ്ഥലം എടുത്താൽ ആ 10 സെന്റിൻ്റെ 4 വശമുള്ളതെല്ലാം മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കിഴക്കുള്ള എല്ലതും പടിഞ്ഞാട്ട് കേന്ദ്രീകരിക്കും, തെക്കുള്ളതൊക്കെ വടക്കോട്ട് കേന്ദ്രീകരിക്കും, പടിഞ്ഞാറുള്ളതൊക്കെ കിഴക്കോട്ട് കേന്ദ്രീകരിക്കും, വടക്കുള്ളതൊക്കെ തെക്കോട്ട് കേന്ദ്രീകരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ 360 ഡിഗ്രി എടുത്തിട്ട് 360 ഡിഗ്രി എടുത്താലോ ആ 360 തരത്തിലുള്ള കേന്ദ്രീകൃതം എടുക്കാം, ഡയറക്ഷൻ എടുക്കാം. അതുപോലെ തന്നെ അപ്പം നമുക്ക് എന്താ അങ്ങനെ ഒട്ടാകെ കണക്കാൻ വയ്യാത്ത കാരണം മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ദിക്കുകളായി കണക്കാക്കി. കൂടാതെ കണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നും കണക്കാക്കും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 4 8 ഗ്രൂപ്പുകാരെ കിട്ടിയെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആകെ 360 ഡിഗ്രിയെ 45 ഡിഗ്രി വീതമായ 8 ഗ്രൂപ്പുകാരാക്കി തിരിച്ചു പറയാം. അപ്പോൾ എന്ത് വന്നു? കിഴക്കുള്ള ഗ്രൂപ്പുകാർ മുഴുവൻ എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും? അത് പടിഞ്ഞാട്ട് നോക്കി നിൽക്കും, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ തെക്ക് കിഴക്കുള്ളവരാണെന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറോട്ട് കേന്ദ്രീകരിക്കും, തെക്കുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് കേന്ദ്രീകരിക്കും. ഇങ്ങനെ ഒരു കേന്ദ്രീകൃത സംവിധാനമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് നമ്മൾ എന്ത് പേരിട്ടു? കിഴക്കുള്ള ഗ്രൂപ്പിന് നമ്മൾ കിഴക്കിനി എന്ന് പേരിട്ടു. ഗൃഹത്തിൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിഴക്ക് വശത്ത് പണി ചെയ്യുന്ന ഗൃഹത്തിന് ഏതിൻ്റെ കിഴക്ക് വശത്ത്? ആ പറമ്പിൻ്റെ മധ്യബിന്ദുവിൻ്റെ കിഴക്ക് വശത്ത് പണിയുന്നതിന് നമ്മൾ കിഴക്കിനി എന്ന് പേരിട്ടു. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് പണിയുന്നതെന്ന് വെച്ചാൽ തെക്ക് കിഴക്ക് വശത്ത് വടക്ക് പടിഞ്ഞാറോട്ട് മുഖമായി വരുന്ന ഗൃഹമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ നമ്മൾ ശാസ്ത്രപ്രകാരം 8 ഗൃഹങ്ങളായി കണക്കാക്കി എന്നാണ് പറയേണ്ടത്. ആ 8 ഗൃഹങ്ങളിൽ കോണുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിന് ഒരു സ്ഥിരതയില്ലാത്ത കാരണം നമ്മൾ അതിനെ ഒഴിവാക്കി. നമ്മളൊരു പെൻഡലും ഇട്ടിങ്ങനെ ആടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം അത് മധ്യത്തിലേ വരുന്ന നിൽക്കുക. അപ്പോൾ അതിന് മൂലയ്ക്ക് ഈ 45 ഡിഗ്രിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങോട്ട് പോകണോ സംശയമാവും. അപ്പോൾ ആ 45 ഡിഗ്രിയിൽ കോണുകൾ നല്ലതല്ലാത്ത കാരണം സാധാരണയായി ശാസ്ത്രത്തിൽ അടുത്ത ഘട്ടം എന്താണ്? കോണുകളിലേക്ക് തിരിഞ്ഞ് ഗൃഹം വെക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തെക്ക് കിഴക്കേ ഗൃഹം ഒഴിവാക്കി കിഴക്കുന്ന 1 എണ്ണ അണച്ചാൽ 2ാമത്തെ ഗൃഹം വെയ്യാ പറഞ്ഞു. 3ാമത്തെ തെക്കുള്ളതാവാം, തെക്ക് പടിഞ്ഞാറുള്ള 4ാമത്തെ വെയ്യ, പടിഞ്ഞാറുള്ള 5ാമത്തെ ആവാം. അത് നമ്മുടെ സൗകര്യപ്രകാരം നമ്മൾ 1 മുതൽ 7 വരെയുള്ള ഒരു സംജ്ഞ കൊണ്ട്, നമ്പറിൻ്റേതായ കാര്യം കൊണ്ട് നമ്മൾ അങ്ങനെ നിശ്ചയിച്ചു അർത്ഥം. അതിൽ കിഴക്കിനിക്കുള്ള 1, തെക്കിനിക്കുള്ള 3, പടിഞ്ഞാറ്റിക്കുള്ള 5,
വടക്കിനിക്കുള്ള 7 അങ്ങനെ 7 സംഖ്യകൾ നമുക്ക് സ്വീകരിക്കാമെന്നുള്ള തത്വത്തിലേക്ക് എത്തും. അപ്പോൾ കിഴക്കിനിയുടെ മുഖം പടിഞ്ഞാട്ടാവും, തെക്കിനിയുടെ മുഖം വടക്കോട്ടാവും, പടിഞ്ഞാറ്റിയുടെ മുഖം കിഴക്കോട്ടാവും, വടക്കിനിയുടെ മുഖം തെക്കോട്ടുമാവും. അതൊന്നും പുറത്തേക്കല്ല അതിൻ്റെ മുഖം നഷ്ടം. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് വശത്താണ്, നമ്മുടെ പറമ്പിൻ്റെ പടിഞ്ഞാറ് വശത്താണ് റോഡ് എങ്കിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് ഇന്നൊക്കെ എല്ലാവരും പറഞ്ഞു വരുന്ന നമ്മുടെ ഗൃഹം പടിഞ്ഞാട്ട് മുഖമാണെന്ന് പറയുന്നതിന് ശാസ്ത്രരീത്യാ ശരിയല്ല എന്നർത്ഥം. ശാസ്ത്രപ്രകാരം അത് ആ പറമ്പിൽ ഏത് ഭാഗത്ത് പണി ചെയ്യുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ്. കിഴക്ക് വശത്താണ് പണിയുന്നതെങ്കിൽ പടിഞ്ഞാട്ട് മുഖം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ശാസ്ത്രപ്രകാരം എല്ലാം മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മധ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ശാസ്ത്രം. അതാണ് നമ്മുടെ പഴയതായ 4 കെട്ട് എന്നുള്ള ഒരു തത്വത്തിലേക്ക് എത്തുന്നത്. കിഴക്കേ കെട്ടും തെക്കേ കെട്ടും പടിഞ്ഞാറേ കെട്ടും വടക്കേ കെട്ടും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യത്തിൽ വരുന്ന നടുമുറ്റത്തോടു കൂടിയ ഒരു ഗൃഹമായി മാറും. ആ ഗൃഹത്തിൻ്റെ എല്ലാ മുഖവും ആ നടുമുറ്റത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന തത്വമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് 4 കെട്ടിൻ്റെ കാര്യത്തിൽ ആ നടുമുറ്റത്തിന് അത്ര പ്രാധാന്യമുണ്ടെന്നും ആ നടുമുറ്റത്തിന് 4 ദിശകൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ടെന്നും നിശ്ചയിക്കുവാനുണ്ടായ കാരണം. എല്ലാ ദിക്കിലത്തെയും ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതേ രേഖയിലായത് കാരണമാണ് അതിൻ്റെ പ്രാധാന്യം നിലനിർത്തുന്നത്. ഇനി ഇങ്ങനെ വരുന്ന 5 ഗ്രഹങ്ങളെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 ഗ്രഹത്തിന് ഏതിലാണ് പ്രാധാന്യം നമുക്ക് നോക്കേണ്ടത്. അപ്പോഴാണ് ശാസ്ത്രം ഒരു ചെറിയ സൂചനകൾ തരിക. മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ കിഴക്ക പടിഞ്ഞാറ് വടക്ക എന്നൊക്കെ പറഞ്ഞു. അതിലേതിനാ പ്രാധാന്യം? കിഴക്കുള്ള സൂര്യൻ. എന്തുകൊണ്ട്? നമുക്ക് വെളിച്ചവും അല്ലെങ്കിൽ എന്തും ശക്തിയും തരുന്നത് ആ സൂര്യൻ്റെ ചൂടാണ്. അപ്പോൾ കിഴക്കിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്ത് വേണം? ശാസ്ത്രം ആദ്യം നിർദ്ദേശിച്ചു, ഉദയസൂര്യനെ കാണാൻ പറ്റുന്നിടത്തൊക്കെ ഗൃഹം വയ്ക്കാം. ഉദയസൂര്യനെ കാണച്ച എന്ത് വേണം? മലയുടെ ഏത് ഭാഗത്തിരിക്കണം? കിഴക്കേ ചെരിഞ്ഞാലേ ഉദയസൂര്യനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശാസ്ത്രം ആ സൂചനയിലേക്ക് എന്ത് ചെയ്തു? കിഴക്കോട്ട് ചെരിഞ്ഞ ഭൂമിയാണ് നല്ലതെന്ന് വെച്ചു. അപ്പോൾ കിഴക്കോട്ട് ചെരിഞ്ഞേണ്ട ഭൂമിയിൽ ഗൃഹം വെച്ചാൽ നമുക്ക് ഉദയസൂര്യനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പൊതുവെ കിഴക്കോട്ട് മുഖമായ പടിഞ്ഞാറ്റിയുടെ പ്രാധാന്യം. അപ്പോൾ 4 ഗ്രഹങ്ങൾ പണി ചെയ്യുകയാണെങ്കിലും അതിൽ പ്രാധാന്യം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന കിഴക്കോട്ട് മുഖമായ പടിഞ്ഞാറ്റിക്കാണ് എന്നുള്ള തത്വത്തിലേക്ക് എത്തി. ഇനി അതേപോലെ തന്നെ വടക്കോട്ടും താഴ്ച ആവാന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പകൽ സമയത്തെ കാണാൻ പറ്റുന്നു. രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ പകലെ നമ്മൾ സംരക്ഷിക്കുന്ന സൂര്യനാണ്. രാത്രി സൂര്യൻ അവിടെ ഇരിക്കുന്ന സൂര്യനെ സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടുത്തെ രാത്രി കാലങ്ങളിൽ നമ്മൾ സംരക്ഷിക്കുന്നത് ആരാണ്? അതാണ് ചന്ദ്രാദി നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളാണ് നമ്മുടെ രാത്രി കാലങ്ങളിൽ സൂര്യൻ്റെ പ്രതിബിംബങ്ങളായ നക്ഷത്രങ്ങൾ. അപ്പോൾ ആ പ്രതിബിംബങ്ങളായ നക്ഷത്രങ്ങളാണെങ്കിൽ അതിൽ പ്രധാനം ഈ വടക്ക് വശത്തുള്ള സപ്തഋഷികളെ കാണുന്നതാണ് സങ്കല്പം. അപ്പോൾ ആ സപ്തഋഷികളെ കാണണമെങ്കിൽ എന്ത് വേണം? വടക്കോട്ട് തിരിഞ്ഞിരിക്കണം, വടക്കോട്ട് ചായ്വായിരിക്കണം. അപ്പോൾ വടക്കോട്ട് ചായ്വുള്ള ഭൂമിയും സ്വീകരിക്കാം. എന്തുകൊണ്ട്? അസ്തമനത്തിങ്കൾ നമുക്ക് ആ നക്ഷത്രങ്ങളെ കാണാൻ പറ്റണം. അപ്പോൾ ശാസ്ത്രപ്രകാരം പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് വരുന്നത്. ഒന്ന് കിഴക്കോട്ട് മുഖമുള്ള പടിഞ്ഞാറ്റിയും അതേപോലെ തന്നെ വടക്കോട്ട് മുഖമായ തെക്കിനിയും. അതുപോലെ തന്നെ വടക്കോട്ട് താഴ്ചയുള്ള ഭൂമിയും കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമിയും. ഇനി കുറച്ച് പടിഞ്ഞാട്ട് താഴ്ചയുള്ള ഭൂമിയാണെന്ന് വെക്കുക. എന്നാൽ എന്തുണ്ടാവും? നമ്മൾ അവിടെ ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വടക്കുന്നുള്ള അസ്തമനത്തിൻ്റെ നക്ഷത്രത്തിനെ കാണാൻ വിഷമം വരില്ല. അപ്പോൾ അതും വിരോധമില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ തെക്കോട്ട് മാത്രം താഴ്ച ചെയ്താണെങ്കിലോ അവിടെ നമ്മൾ ലെവൽ ചെയ്ത് ഗൃഹം പണി ചെയ്താൽ കിഴക്കുന്നുള്ള സൂര്യനെ കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് തെക്കോട്ടും പടിഞ്ഞാട്ടും ചായ്വുണ്ടെങ്കിൽ ഈ രണ്ടിനും സാധ്യതയില്ലാത്ത കാരണം സാധാരണയായി വക സ്ഥലങ്ങൾ നല്ലതല്ല എന്ന സൂചനയിലേക്കാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വടക്കോട്ടും കിഴക്കോട്ടും ചായ്വുള്ള ഭൂമിയാണ് ഏറ്റവും ഉത്തമം എന്നർത്ഥം. അതിൽ 4 ഗ്രഹങ്ങളും പണി ചെയ്യുകയാണെന്ന് വെച്ചാൽ പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു ഗൃഹമേ പണി ചെയ്യുന്നുണ്ടെങ്കിലോ അത് അതാത് പ്രദേശത്തിൻ്റെ അനുസരിച്ച് വേണം. എന്താണ് ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം? പ്രത്യേകത. നദിയുണ്ടെങ്കിൽ നദി, മലയുണ്ടെങ്കിൽ മല, വയലുണ്ടെങ്കിൽ വയൽ, ഇങ്ങനെയുള്ള അതിന്
അനുസരിച്ച് വേണം. അപ്പോൾ ഒരു നദി ഉണ്ടെങ്കിൽ ആ നദിക്ക് പാരലായിട്ട് ഗൃഹം വെക്കണം. ഇപ്പോൾ വടക്കേ വശത്തൊരു നദി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വടക്കോട്ട് മുഖമായി തെക്കിനി പണിയണം. തെക്കിനി പണിയുമ്പോൾ അതിൻ്റെ നീളം കിഴക്ക് പടിഞ്ഞാറായിരിക്കും. അപ്പോൾ നമ്മളൊരു 3 മുറികളാക്കി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ മുറികൾക്കും കാറ്റും വെളിച്ചം കിട്ടും. ഒഴിഞ്ഞ പ്രദേശം എവിടെയുണ്ടോ, വയലായാലും കായലായാലും എവിടെയുണ്ടോ അവിടുന്ന് കാറ്റ് വരിക. അത് 3 വീടും കാണും. അതേ സ്ഥാനത്ത് അവിടെ പടിഞ്ഞാറ്റി പണിതിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, 3 മുറിയൊക്കെ ആ പുഴയോട് ചേർന്ന് ഒരു മുറിക്ക് മാത്രമേ കാറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ശാസ്ത്രം സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും കാറ്റും വെളിച്ചവും നമുക്ക് ആവശ്യപ്രദമായത് കിട്ടാൻ ഏതാണോ സാഹചര്യം ഉണ്ടാവുക അതിനുള്ള സൂചനകളാണ് ശാസ്ത്രങ്ങൾ. ആ സൂചനകൾ അനുസരിച്ച് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പുഴയുണ്ടാവുന്ന കിഴക്കാവാം, അപ്പോൾ പടിഞ്ഞാറ്റി പണിയാം. അപ്പോൾ എന്തുകൊണ്ട് അതിനാണ് ചോയ്സ് തന്നത്. ഒന്നിലോ തെക്കിനി പണിയാം അല്ലെങ്കിൽ പടിഞ്ഞാറ്റി പണിയാം. അപ്പോൾ നമുക്ക് തെക്കിനിയോ പടിഞ്ഞാറ്റിയോ ആണ് പ്രാധാന്യം. അതല്ലെങ്കിൽ നമുക്ക് പറയാം പടിഞ്ഞാറ് വഴി ഉണ്ടെങ്കിലും നമ്മളത് പടിഞ്ഞാറ്റിയായിട്ടാണ് കണക്കാക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ കിഴക്കോട്ടാണ് വേണ്ടത്. പക്ഷേ പടിഞ്ഞാറ് വശത്ത് വാതിൽ വെക്കാനുള്ള സൂചനയുണ്ട്. അതുകൊണ്ട് പടിഞ്ഞാറ് വശത്ത് വാതിൽ വെച്ച് നമുക്ക് അതിലേ വരാമെന്നർത്ഥം. അപ്പോൾ ശരിക്കും നമുക്ക് മുഖമെന്നല്ല കാഴ്ച പടിഞ്ഞാറെന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശാസ്ത്രപ്രകാരം അതിൻ്റെ മുഖം കിഴക്കോട്ടന്നെയായിട്ട് വരും. ഇതാണ് നമ്മുടെ പൊതുവെയുള്ള ഈ വാസ്തുശാസ്ത്രത്തിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറുള്ളതിൻ്റെ ആ സൂചനകൾക്കുള്ള തത്വം വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്? നമ്മളിപ്പോൾ വീട് എന്നൊക്കെ പറയണോ, എങ്ങനെയാവണം വീട് വരുന്നത്? വീടെന്ന് പറഞ്ഞാൽ ഈ ഹാളെന്ന് പറയുന്നത് എന്ത് വേണം? നമുക്ക് ഒരു 40 അടി വീതി, 60 അടി നീളം എന്ന് പറയണം, അല്ലെങ്കിൽ 40 കോല, എന്താ അളവ് സാധനമായാലും വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു അളവ് മാനദണ്ഡം വേണം. ഒരു മുറിയെന്നോ വീടോ എന്ന് പറഞ്ഞാൽ അതിന് അളവില്ലാണ്ട് മുറി ഉണ്ടാക്കാൻ പറ്റില്ല. ആ അളവിന് നമ്മുടെ പൂർവികർ കണ്ടെത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ആശാരിക്കോല, മെഴുക്കോല, അങ്ങനെയുള്ള ദണ്ഡ്, യോജന അങ്ങനെയുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ ശേഷം അടിയിഞ്ചും ഒക്കെ വന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് മീറ്റർ, സെൻറ്റിമീറ്റർ, എന്തിനാ എളുപ്പത്തിൽ 10-1 പറയാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം. പക്ഷേ കോലുമേരിലാവുമ്പോൾ അങ്ങനെയല്ല. 24 അങ്കുലമായാലാണ് ഒരു കോല. പതിപ്പത്തിൻ്റെ മൾട്ടിപ്പിൾസ് അല്ല. നമുക്ക് വരയ്ക്കാനും ഇതിനൊക്കെ പതിപ്പത്തിൻ്റെ മൾട്ടിപ്പിൾസ് എളുപ്പമുണ്ടെങ്കിലും പണിയുടെ കാര്യത്തിൽ പറ്റില്ല. കാരണം ഒരു പണിക്കാരനെ സംബന്ധിച്ചോളം ഒരു മരക്കഷ്ണം എടുത്താൽ 10 ആക്കാൻ പറ്റില്ല. ഒരു നൂല് നിങ്ങൾക്ക് തന്നാൽ നൂല് 10 കഷ്ണമാക്കി തരാൻ പറ്റും. 10 കഷ്ണമാക്കി ഒപ്പാവില്ല എന്ന് മാത്രം. അതേ സ്ഥാനത്ത് 8 ആക്കാൻ പറഞ്ഞാലോ വളരെ ഈസിയാണ്. 4 തവണ മടക്കി പൊട്ടിച്ചാൽ 8 ആയി. അപ്പോൾ പണിക്കാരനെ സംബന്ധിച്ച് അതിനാണ് നമ്മുടെ പൊതുവെയുള്ള വാസ്തുശാസ്ത്രം പണ്ടേ ഒരു ഈവൻ നമ്പർ എന്നോ അല്ലെങ്കിൽ ഒരു കോന് 24 അങ്കുലം എന്നുള്ള തത്വത്തിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ നമ്മൾ ഈ 40 അടി അല്ലെങ്കിൽ 40 കോല 60 കോല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീളവും വീതിയും പറയണം. പക്ഷെ അത് ഒറ്റയായിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നിലോ നമ്മളൊക്കെ പറയാം 60 × 40 എന്നൊക്കെ എല്ലാവരും പറയും എന്താണ് 2400 സ്ക്വയർ ഫീറ്റുള്ള വീടെന്നോ മുറിയെന്നോ പറയും. അതല്ലെങ്കിലോ നമ്മൾ മുമ്പെയൊക്കെ പറഞ്ഞ എന്താണ് 60ഉം 40ഉം ഒരു നീളവും ഒരു വീതവും കൂട്ടി ഇരട്ടിച്ചാൽ ചുറ്റളവായി. അപ്പോൾ 60ഉം 40ഉം 100ഉം 100 200ആയി ചുറ്റളവായി. അപ്പോൾ ഒന്നിലോ അപ്പോൾ നമുക്ക് ഇത് 2 തരത്തിൽ പറയാം. ഒന്നിലോ 200 ചുറ്റളവുള്ള മുറി, അതല്ലെങ്കിൽ 2400 സ്ക്വയർ ഫീറ്റുള്ള മുറി എന്ന് പറയാം. ഇതാണ് 2 പറയാൻ പറ്റുക ഒറ്റയായിട്ട്. അത് കഴിഞ്ഞ് ഇതൊരു 70-30 ആക്കി മാറ്റി എന്താ ഉണ്ടാവുക? 70-30 ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2100 സ്ക്വയർ ഫീറ്റായി. 2400 പകരം 2100 സ്ക്വയർ ഫീറ്റായിട്ട് കുറഞ്ഞു. പക്ഷെ ചുറ്റളവോ 70-30 100 100 200 തന്നെ. അത് മാറിയില്ല. അപ്പം 200 മാറാത്തോടത്തോളം കാലം എന്താ അതിന് ഗുണം? ഇങ്ങനെ ടോട്ടൽ ചുമര് പണിയേണ്ട ചുറ്റളവ് 200 മാറ്റാത്തോടത്തോളം കാലം അതിൻ്റെ കല്ലിൻ്റെ എണ്ണത്തിന് മാറ്റം വരും. അപ്പോൾ ഇവിടെ സ്റ്റോളിൽ നിന്ന് കല്ല് ഏൽപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കണം? സ്ക്വയർ ഫീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കല്ല് ഏൽപ്പിച്ച് എന്തുണ്ടാവും? ഒന്നിലോ തികയാണ്ട് വരും, അല്ലെങ്കിൽ കൂടുതൽ വരും. അതേ സ്ഥാനത്ത് 200 ചുറ്റളവിനുള്ളതിന് കല്ല് ഏൽപ്പിച്ചാലോ അത് കൃത്യവും. അപ്പോൾ അതിൻ്റെ പണി സാധനങ്ങൾ പണിക്കൂലിക്ക് മാറ്റം വരുമോ? പണിയാനുള്ള സിമെൻ്റ് മുതലായിക്ക് മാറ്റം വരുമെത്തി പിന്നെ ഒന്നും മാറ്റം വരില്ല. അപ്പോൾ എന്ത് വരുന്നു? ചുറ്റളവ് മാറാത്തോടത്തോളം കാലം കെട്ടിടം പണിയുന്ന സാധന സാമഗ്രികൾക്കും കൂലികൾക്കും മാറ്റമില്ല. മറ്റത് ഒക്കെ മാറി വരും. അതായത് ഒരേ സാധനം കൊണ്ട് നമുക്ക് 2100 പണിയാം, 2400 പണിയാം.
അപ്പം അതുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികന്മാർ ഈ ചുറ്റളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തത്വത്തിൽ ഗൃഹം പണി ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക എന്നർത്ഥം. അതല്ലെങ്കിൽ ചുറ്റളവാണ് വേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചോളം ഏതാണ് പ്രതിനിധീകരിക്കുന്നത്? ചുറ്റളവാണ്. അപ്പോൾ ശാസ്ത്രപ്രകാരം മനുഷ്യാലയത്തിൽ പറയുമ്പോൾ ക്ഷേത്രഫലം, അതായത് സ്ക്വയർ ഫീറ്റ് എടുത്ത് പണിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആചരണത്തിലില്ല. കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ആ സ്ക്വയർ ഫീറ്റ് എടുത്തിന് അപ്പോൾ ഒരു മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഉദ്ഭവിച്ച് കഴിയണച്ചാൽ എന്ത് വേണം? ഇത്ര ചുറ്റളവുള്ള മുറി പറഞ്ഞാൽ ഉദ്ഭവിച്ചു എന്നാണ് പറയാം. ഇതെവിടെയാണ് നമ്മൾ പറയുന്നത്? ഭൂമിയിലുമാണ്. അപ്പോഴാണ് ശാസ്ത്രം ഭൂമിക്ക് എന്തൊക്കെയാണ് ശക്തികൾ, എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്. സൂര്യനാണ് എല്ലാ ചൈതന്യത്തിനെയും നിലനിർത്തുന്നത് എങ്കിൽ ആ സൂര്യനോട് ബന്ധപ്പെട്ടതെല്ലാം സൂര്യൻ ഒറ്റയ്ക്ക് പറ്റില്ല. സൂര്യൻ ആകാശത്ത് നിൽക്കുമ്പോൾ ആകാശം സ്വാധീനിക്കും. ആകാശത്തുള്ള സൂര്യൻ്റെ ചൈതന്യം അന്തരീക്ഷത്തിൽ കൂടെ ഒന്ന് ഭൂമിയിൽ വീണതിന് ശേഷം ഭൂമിയോട് ബന്ധപ്പെടുത്തി വേണം നമുക്ക് ധാന്യങ്ങളോ മറ്റോ ഉണ്ടായി നമുക്ക് ഉപജീവന മാർഗം ഉണ്ടാകാം. അപ്പോൾ എന്തു വന്നു? സൂര്യൻ സ്വാധീനിക്കും, ആകാശം സ്വാധീനിക്കും, അന്തരീക്ഷം സ്വാധീനിക്കും, ഭൂമി സ്വാധീനിക്കും. അപ്പം ഈ ആകാശം അന്തരീക്ഷം സ്വാധീനിക്കും എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആ ആകാശത്തിലും അന്തരീക്ഷത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ ചൈതന്യങ്ങളും നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നക്ഷത്രാദികൾ സ്വാധീനിക്കും, ഗൃഹാദികൾ സ്വാധീനിക്കും. അങ്ങനെ എന്തൊക്കെ അതിലുണ്ടോ അങ്ങനെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം ചൈതന്യം, അനവധി ചൈതന്യങ്ങൾ അതിനെ ഈ ഗൃഹത്തിനെയും നമ്മളെയും ഒരേപോലെ സ്വാധീനിക്കുന്നതാണ് തത്വം. എണ്ണം കൂട്ടണം വെച്ചാൽ കൂട്ടാം. എന്തായാലും ആകെ അനവധി കാര്യങ്ങൾ ഇത് സ്വാധീനിക്കുന്നുള്ള കാര്യത്തിൽ തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റളവിനെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റളവിൻ്റെ പട്ടികയിലോ മറ്റോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നക്ഷത്രം കാണും, തിഥി ചന്ദ്രൻ്റെ പൊസിഷൻ കാണും, ഗൃഹാദികളുടെ കാണും. അതുപോലെ തന്നെ അവസാനം പിന്നെ ഒരു വരവ് ചെലവ് എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ ആ വരവ് ചെലവും അല്ലെങ്കിൽ കഴിവുകളെന്ന് കണക്കാക്കിയോളും. അതുപോലെ തന്നെ നമുക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, വൃക്ഷലതാദികൾക്കായാലും മൃഗങ്ങൾക്കായാലും എല്ലാത്തിനും ആ ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നുള്ള 5 അവസ്ഥകളായി നമ്മൾ ഓരോ റീജിയൻ കൽപ്പിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ ഗൃഹത്തിനായാലും ഉണ്ടാകുന്നർത്ഥം. അപ്പം നമ്മൾ അതിനൊക്കെ കണക്കാക്കുവാനുള്ള വിദ്യകളാണ് നമ്മൾ എന്ത് പറയണത്? ചുറ്റളവിനെ സംബന്ധിച്ച യോനികൾ എന്ന് പറയും. 1 മുതൽ 8 വരെ യോനികൾ, അതായത് ദിക്കിനെ അടിസ്ഥാനപ്പെടുത്തി അത് ജനിക്കുന്ന സ്ഥലം. അപ്പം 1 എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിഴക്ക് ജനിച്ചതാണ്, കിഴക്കിരിക്കുള്ള കണക്കാണ്, കിഴക്കിരിക്കുള്ള ചുറ്റളവാണെന്ന് പറയും. അതേപോലെ തന്നെ 3 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെക്കിനുള്ളതാണ്. 2 കിട്ടിയാൽ എന്ത് വരും? തെക്ക് കിഴക്കുള്ളത് യോജിച്ചതല്ല, അത് വേണ്ട എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ചുറ്റളവിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ സ്വാധീന ശക്തികൾ, ചൈതന്യങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എങ്കിൽ അതിൽ കൂടുതൽ നല്ലത് എന്തിനു വേണ്ടി? നമ്മൾ സംരക്ഷണം. നമ്മളെന്താണ് എന്തായാലും ചെയ്യുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണോ? ഏത് വിദ്യ നമ്മൾ ആർജിച്ചാലും ആ വിദ്യ ഉപയോഗിച്ച് കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മുടെ കൃതാർത്ഥത. അപ്പോൾ ആ കൃതാർത്ഥത പോലെ പിന്നെ ആ കൃതാർത്ഥത ഉണ്ടായാൽ എന്താണ്? അത് നിലനിർത്തുവാനുള്ള ഉപാധിയാണ് വേണ്ടത്. നമ്മളൊരു ആരോഗ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം എങ്ങനെ നിലനിർത്തും? അതുപോലെ കുറേ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറേ സ്വത്ത് എങ്ങനെ സമ്പാദിച്ച് നിലനിർത്തുന്നത് നമ്മുടെയൊക്കെ ഉന്നം. അതിന് നമ്മളെന്ത് ചെയ്യും? മരുന്ന് കഴിക്കാനും വേണ്ടില്ല, ഇനി മന്ത്രപ്രയോഗം മാന്ത്രികം ചെയ്യാനും വേണ്ടില്ല, അതല്ല പ്രാർത്ഥന ചെയ്ത് ആരാധനകൾ പ്രാർത്ഥന ചെയ്തിട്ടാൽ നമുക്ക് ഗുണം ഉണ്ടാവണം വെച്ചാൽ അത് സ്വീകരിക്കും. ഏത് വിധനയായാലും നമ്മുടെ ഉദ്ദേശം ഒരു സംരക്ഷണ ഉപാധിയുള്ളൂ. എങ്ങനെ നമ്മളത് സംരക്ഷിക്കാൻ പറ്റും? സ്വത്തായാലും എന്തായാലും അതിൽ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ നമ്മുടേതായ ദേഹം അതിശൈത്യത്തിൽ നിന്നും അത്യുഷ്ണത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു വീട് എന്നുള്ള ചട്ടക്കൂട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനത്തെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് മനസ്സമാധാനത്തോടെ പ്രാർത്ഥനാദികൾ ചെയ്താൽ നമ്മുടെ മാനസികമായ ഗുണത്തിനുണ്ടെങ്കിൽ അതിന് തക്കതായ ആരാധനാലയങ്ങളും ഉണ്ടാക്കാനുള്ള വിധികളാണ് നമ്മുടെ ഗൃഹനിർമ്മാണ പദ്ധതി ആയാലും വാസ്തുശാസ്ത്രമായാലും തച്ചുശാസ്ത്രമായാലും നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യങ്ങൾ മുഴുവൻ നമുക്കുണ്ടെങ്കിൽ
ആ ചൈതന്യങ്ങൾ എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ള ഓരോ തത്വങ്ങളും സൂചനകളുമാണ് വാസ്തുശാസ്ത്രത്തിലെ മുഴുവൻ നിബന്ധനകൾ. അതല്ലാതെ കൊണ്ട് ആ വാസ്തുശാസ്ത്രത്തിൽ ഓരോരുത്തർ അത് ചെയ്താൽ മരിക്കും, അവിടെ കാലൊടിയും കൈയൊടിയും അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു സംഭവം ഉണ്ടാക്കാനുള്ളതല്ല ശാസ്ത്രം. ഏത് ശാസ്ത്രമായാലും ആ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങളെ കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടാകുന്ന എങ്ങനെയാണ് ആ തരത്തിൽ അതാക്കി തീർക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഇത് കൈകാര്യം ചെയ്യുന്നവരായാലും ഈ നോളജ് അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്ന കൂട്ടരായാലും മറ്റവരെ സഹായിക്കാൻ വേണ്ടതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഗുണഗണങ്ങളെ ഏതാണോ കൂടുതൽ കിട്ടുന്നത് അത് ശാസ്ത്രമാണോ ചോദിച്ചാൽ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ വന്ന് കോയിൻ ടോസ് ചെയ്തിട്ടാണ് നിശ്ചയിക്കുക ആദ്യം, അല്ലേ? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പുഷ്പം എടുത്തിട്ടോ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്താം. നമ്മളെന്ത് കോയിൻ ടോസ് ചെയ്ത് എന്ത് പറയും? ഐദർ ഹെഡ് ഓർ ടെയിൽ. അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചോദിച്ചാൽ എന്താ പറയുക? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ടെയിൽ ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ പറയും 50% എന്ന് പറയും. ഹെഡ് ചോദിച്ചാലോ അപ്പോൾ 50% തന്നെയാണ്. പക്ഷേ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 100 തവണ ക്ലാസ് ചെയ്തിട്ട് 50 തരാമോ? ചിലപ്പോൾ 100 തല കിട്ടും, അല്ലെങ്കിൽ 100 വാല് കിട്ടും. ആർക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ശാസ്ത്രപ്രകാരം അതിൻ്റെ പ്രോബബിലിറ്റി തിയറി എന്ന ശാസ്ത്രപ്രകാരം അതിൻ്റെ സാധ്യത എന്താണ്? 50%. അതുപോലെ തന്നെയാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പണ്ടുള്ള പൂർവികന്മാരും കണ്ടെത്തിയത്. ബാല്യം, കൗമാരം, ഇവൻ അതിൽ ഏതിലേക്കാണ് കൂടുതൽ കിട്ടുന്നത്? അതേമാതിരി വരവും ചെലവിൽ ഏതാണ് നല്ലത്? സൂര്യൻ്റെ നിലയിൽ ആ ഗ്രഹത്തിൻ്റെ നില കൊണ്ട് നമുക്ക് ഏതാണ് ഗുണം കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതാണ് ദോഷം വരുന്നത്? അങ്ങനെയുള്ള ഒരു 5ഓ 10ഓ ഇൻഗ്രീഡിയൻസ് പ്രധാനപ്പെട്ട് ചേർത്തിട്ടുള്ള ആ ഗ്രഹത്തിൻ്റെ ഗുണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കുന്നത്. അപ്പോൾ ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഗുഡ് തിങ്സ് എന്നുള്ള വിഷയം ഏതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഗുണപരമായ സ്വാധീനം ഉണ്ടാകുന്നത് എങ്കിൽ ആ കണക്ക് സ്വീകരിക്കുക. അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നല്ല ചുറ്റളവുള്ള കണക്ക്. ആ മുറിയിൽ താമസിച്ചാൽ നമ്മുടെ സന്തോഷവും സ്വച്ഛവും ഉണ്ടാവും എന്നുള്ള ആ ധാരണ അല്ലെങ്കിൽ ആ ശാസ്ത്രസമ്മതമാണ് നമ്മളിലേക്ക് നല്ലതിലേക്ക് നയിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഈ ശാസ്ത്രസമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വക നിഗമനങ്ങളാണ് നമ്മുടെ പൂർവികന്മാർ കണ്ട് അറിഞ്ഞ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അത് നമുക്ക് എത്രയൊക്കെ സ്വരൂപിച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടേതായ ഗുണങ്ങൾ. ഇനിയിപ്പോൾ അത് കൂട്ടത്തിൽ തന്നെ നമ്മൾ 4 ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. ഇനി പൊതുവെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അടുക്കള അവിടെ വേണം, വെള്ളം അവിടെ വേണം, ഇങ്ങനെയുള്ള ചില തത്വങ്ങളിലേക്ക് ചെറിയ സൂചന പറയുകയാണെന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മൾ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ 10 സെൻറ്റാണെന്ന് വെച്ചാൽ അതിന് 9,981 പദമോ അല്ലെങ്കിൽ 10,100 പദമോ ഇങ്ങനെയൊക്കെ ആക്കുക എന്നാണ് നമ്മുടെ പൊതുവെയുള്ള താല്പര്യം. എന്നിട്ട് അത് മധ്യത്തിൽ ബ്രഹ്മാവും മറ്റുള്ള ഭാഗത്ത് മറ്റുള്ള ദേവചൈതന്യങ്ങളായി കണക്കാക്കി ആ ദേവചൈതന്യങ്ങൾ പെട്ടതാണ് അഗ്നി ആയാലും പർജന്യനായാലും വായു ആയാലും നിരുതി ആയാലും യമനായാലും അല്ല എല്ലാം അതിൽപ്പെട്ട ഓരോ പദങ്ങളാണ്. അങ്ങനെ 45 ദേവന്മാരുണ്ടെന്നാണ്. അപ്പോൾ 45 ചൈതന്യങ്ങളുണ്ടെന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. അപ്പോൾ അതിൽപ്പെട്ടതാണ് അഗ്നി അല്ലെങ്കിൽ വായു പർജന്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശാസ്ത്രപ്രകാരം അങ്ങനെയുള്ള ആ ദേവചൈതന്യ സംജ്ഞകളെ കൊണ്ടാണ് നമുക്ക് ഓരോന്നിൻ്റെ സ്ഥാനവും നിശ്ചയിക്കുന്നത്. അപ്പോൾ അടുക്കളയാണെന്ന് പറയും, അടുക്കള പറഞ്ഞാൽ അഗ്നിപഥത്തിലാവാന്ന് പറയും, പർജന്യപഥത്തിലാവാന്ന് പറയും, വായുപഥത്തിലും ആവാന്ന് പറയും. അപ്പോൾ പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദമാണ് കണക്കാക്കേണ്ടത്. പർജന്യപഥം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇങ്ങനെ? അപ്പോൾ അഗ്നി ഉള്ളവർത്താവാം, വായു ഉള്ളവർത്താവാം, വെള്ളം ഉള്ളവർത്താവാം. അപ്പോൾ നമുക്ക് യാതൊരു നിബന്ധനയും ആവശ്യമില്ല. വടക്ക് കിഴക്കേ മൂലയ്ക്ക് പർജന്യപഥത്തിൽ മാത്രമേ പാടുള്ളൂന്നോ, അഗ്നിയായ അഗ്നിപഥത്തിൽ മാത്രമേ പാടുള്ളൂന്നോ, വായുവുള്ള വായുപഥത്തിൽ മാത്രമേ പാടുള്ളൂന്നോ യാതൊരു നിബന്ധനയില്ല. അത് നിബന്ധന വയ്ക്കുന്ന അങ്ങേയറ്റം തെറ്റുമാണ്. ഉദാഹരണത്തിന് പറയുന്നത് ഈ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഗ്നി ഉണ്ടാവണമെന്ന് എന്ത് വേണം? വായുവിൻ്റെ സഹായം ഇല്ലാണ്ട് അഗ്നി ഉണ്ടാവും. അഗ്നി ജ്വലിക്കുമോ? ഇല്ല. വായുവിൻ്റെ സഹായം ഉണ്ടാവേണ്ട അഗ്നി ജ്വലിക്കില്ല. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യണമെന്ന് എന്ത് വേണം? അഗ്നി വേണം. അത് വിചാരിച്ചുകൊണ്ട് പാത്രത്തിൽ അരി കൊണ്ടുവച്ചാൽ എന്താ ഉണ്ടാവുക? അത് കരിഞ്ഞു പോകും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ എന്ത് വേണം? ആദ്യം കുറച്ച് വെള്ളം വീറ്റി അത് തിളപ്പിക്കണം. അപ്പോൾ എന്ത് വന്നു നോക്കുക? അഗ്നിയുടെ സഹായം വേണം, വായുവിൻ്റെ സഹായം വേണം, വെള്ളത്തിൻ്റെ സഹായം വേണം. അതുകൊണ്ടാണ് ശാസ്ത്രം ആദ്യം തന്നെ അഗ്നിപഥത്തിലാവാം, വായുപഥത്തിലാവാം, വെള്ളത്തിൻ്റെ പഥത്തിലാവാമെന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കരണ മക്കൾ. അതിൽ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 30 അടിയുള്ള ആളെ വീടെന്ന് വിചാരിക്കാം, ആൾക്ക് 10 ആക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം എത്ര കിട്ടും? 3 അടി കിട്ടുള്ളൂ. ആ 20 എന്ന് പറഞ്ഞാൽ 3 അടിയുള്ളൂ. അപ്പോൾ അതിൽ അടുക്കള ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിന് കുറച്ചും കൂടി വിശാലതയോടുകൂടി മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ രീതിയിലോ വേണം. അതിനാണ് ആ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് എന്തിനാണ് വടക്കിനി, കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രം സൂചിപ്പിക്കും വടക്കിനി സുഖാലയമാണ്, അതായത് വടക്ക് വശത്ത് പണിയുന്ന ഗൃഹം സുഖാലയമാണ്. സുഖാലയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വിശ്രമിക്കാനുള്ള സ്ഥലം, സുഖമായിരുന്നു വിശ്രമിക്കാം. അപ്പം ഇന്നത്തെ എനിക്ക് പറഞ്ഞാൽ ഫാമിലി ലിവിങ് റൂം. അപ്പോൾ അതവിടെ വേണം, വടക്ക് വശത്ത് വേണം. അതേപോലെ തന്നെ നമ്മൾ പൂജാതി കർമ്മങ്ങളോ ആരാധനകളോ പ്രാർത്ഥന ചെയ്യുന്നത് എന്തിനാണ്? സുഖമാവാനോ അസുഖമാവാനോ? സുഖമാവാനാണെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ എന്ത് വേണം? അതിന് ഇവിടെ വേണം, വടക്ക് വശത്ത് വേണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥന ചെയ്തിരിക്കാനും കുറച്ച് നേരം സുഖത്തോടെ ഇരിക്കാനുള്ള സ്ഥലം എവിടെ വേണം? വടക്ക് വശത്താകണം. അപ്പോൾ പിന്നെ കിഴക്ക് വശത്തിന് വേറെ ഉപകാരമുണ്ട്. അപ്പോൾ പറഞ്ഞു കിഴക്കിന് അന്നാലയമാണെന്ന് പറയും. അന്നാലയം എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കാറില്ലേ, നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം, ഭക്ഷണം കഴിക്കാം. അപ്പം വടക്ക് വശത്ത് സുഖമായിട്ട് വിശ്രമിക്കാനും പൂജാതി കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ കിഴക്ക് വശത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം പാകം ചെയ്യാം, ഭക്ഷണം കഴിക്കാം എന്നുള്ള തത്വമുണ്ട്. ഇവിടെ മുമ്പ് തെക്കിനിയും പടിഞ്ഞാറ്റിയും തമ്മിലൊരു ചോയ്സ് ആരോ അറേഞ്ച്മെൻറ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ എന്ത് പറയും? വടക്കിനി ചെയ്യുന്നതൊക്കെ കിഴക്കിനിയിലും ആവാം, കിഴക്കിനിയിലുള്ളതൊക്കെ വടക്കിനിയിലും ആവാം. അതിൻ്റെ അർത്ഥം കിഴക്കിനിയിൽ സുഖാലയവും ആരാധനയ്ക്കുള്ള സ്ഥലം ഉണ്ടാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? വടക്ക് വശത്തായിരിക്കണം ഭക്ഷണം പാകം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും. അപ്പോൾ പൊതുവായി പറയുകയാണെച്ചാൽ വടക്കിനിയിലും കിഴക്കിനിയിലും ആകാവുന്നത് സുഖമായിരുന്നു വിശ്രമിക്കാനുള്ള സ്ഥലം, പൂജാതി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലം, ഭക്ഷണം തയ്യാറാക്കാനുള്ള സ്ഥലം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അപ്പോൾ വടക്ക് കിഴക്ക്. പക്ഷേ ഇത് നമ്മൾ വടക്കിനും കിഴക്കിനോ 4 കെട്ട് പണിയാന്ന് പരിഭ്രമിക്കണ്ട. എന്ത് വേണം? ഒറ്റ ഗൃഹമേ പണി ചെയ്യുന്നുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ തത്വം തന്നെ വടക്കോ കിഴക്കോ എന്ന് എടുത്താൽ മതി എന്നർത്ഥം. അപ്പോൾ എന്ത് വരുന്നു? ഒരു വീടിൻ്റെ ആയി നമുക്ക് വടക്ക് നിശ്ചയിക്കണമെന്ന് എന്ത് വേണം? ആ ഗൃഹത്തിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു ഉണ്ടാവണം. അല്ലാണ്ട് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെന്നോട് വടക്കേ മുറി നിന്നത് എടുത്തുകൊണ്ട് പറയണത് എന്ത് വേണം? ഏതാ വടക്കേ മുറി എന്ന് വെച്ചാൽ എന്ത് വേണം? മധ്യത്തിൽ ഒരു ബിന്ദു ഉണ്ടായാൽ മാത്രമേ അവിടെ വടക്കും കിഴക്കുള്ളൂ. അപ്പോൾ ആ വടക്കേ വശത്തോ അല്ലെങ്കിൽ വടക്കേ വിങ്ങിലോ കിഴക്കേ വശത്തോ കിഴക്കേ വിങ്ങിലോ എന്നുള്ള തത്വത്തിലേക്ക് എത്തിയാൽ മതി എന്നർത്ഥം. അപ്പോൾ തെക്കിനിക്ക് പടിഞ്ഞാറ്റിക്ക് എന്തെങ്കിലും ഉപയോഗമാണ്. അപ്പോൾ പറയും തെക്കിനി ധനാലയമാണ്, പടിഞ്ഞാറ്റി ധാന്യാലയമാണെന്ന് പറയും. അപ്പോൾ ധനധാന്യങ്ങൾ സൂക്ഷിക്കേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ തെക്കിനിയിലോ പടിഞ്ഞാറ്റിയിലോ ആണ്. അപ്പോൾ നമുക്കൊരു മുറിയിൽ നമ്മുടെ ബെഡ്റൂമിൽ അലമാര നമുക്ക് കാശ് സൂക്ഷിക്കാനുള്ളത് എവിടെ വയ്ക്കണം, സേഫ് എവിടെ വയ്ക്കണം ചോദിച്ചാൽ നമുക്ക് പറയാം, സംശയം പറയാം. ഇതേ തത്വം ഉപയോഗിച്ചിട്ട് തെക്കേ ഭിത്തിയിലോ പടിഞ്ഞാറേ ഭിത്തിയിലോ വയ്ക്കാൻ പറഞ്ഞാൽ മതി, അർത്ഥമൊന്നും വരില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് തെക്കിനിയും പടിഞ്ഞാറ്റും ധനാലയവും ധാന്യാലയവും. പണ്ടൊക്കെ ധാന്യമാണ് നമ്മുടെ ധനം. എന്താണ് അറിയുന്നില്ല, എവിടെയൊക്കെ ഉണ്ടാക്കുകയാണ് കാണുന്ന പണ്ടത്തെ ഗൃഹങ്ങളിൽ അറകൾ മുഴുവൻ കാണും. ഒന്നിലോ തെക്കേ വശത്ത് കാണും, വടക്കുന്ന വാതിലായിട്ട്. അതല്ലെങ്കിൽ പടിഞ്ഞാറ്റിയിലാണെച്ചാൽ പടിഞ്ഞാറേ വശത്ത് കാണും. അതുകൊണ്ടാണ് പണ്ടും ആ തത്വം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രാധാന്യമുള്ളത് വിദ്യാഭ്യാസത്തിനാണ്. അപ്പോൾ ശാസ്ത്രം സൂചിപ്പിക്കും വിദ്യാഭ്യാസവും വേണ്ടത് തെക്കിനിയിലോ പടിഞ്ഞാറ്റിയിലോ ആണെന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ പഠിക്കേണ്ട കാര്യം ചോദിച്ചാൽ എങ്ങനെ തിരിഞ്ഞിരിക്കുന്നു ചോദിച്ചാലോ, തെക്കിനിയിലായിരിക്കണം വെച്ചാൽ തെക്കിനിയുടെ മുഖം എങ്ങോട്ടാണ്? വടക്കോട്ടാണ്. വടക്കോട്ട് തിരിഞ്ഞിരിക്കുക നല്ലത്. പടിഞ്ഞാറ്റിയിലാണ് വെച്ചാലോ പടിഞ്ഞാറ്റോടും കിഴക്കോട്ടാണ്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക നല്ലത്. ആ തത്വത്തിലേക്ക് അതേ സൂചനകളാണ് നമ്മൾ തരുന്നത്. ആ സൂചനകൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് തത്വം എന്നർത്ഥം. അപ്പോൾ നമുക്ക് തെക്കിനിയിലോ പടിഞ്ഞാറ്റിയിലോ വിദ്യാഭ്യാസത്തിനാവാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അതിഥി പൂജയ്ക്കാണ്. അതും വേണ്ട തെക്കിനിയിലും പടിഞ്ഞാറ്റിയിലും തന്നെയാണ്. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ബെഡ്റൂംസ് അല്ലെങ്കിൽ ശയനഗൃഹമായിട്ട് ഉപയോഗിക്കാമെന്നാണ് ശാസ്ത്രസമ്മതം. അപ്പോൾ തെക്കിനിയിലും പടിഞ്ഞാറ്റിയും അല്ലെങ്കിൽ തെക്കേ വിങ്ങിലും പടിഞ്ഞാറേ വിങ്ങിലും ചെയ്യാവുന്നത് ധനധാന്യം സൂക്ഷിക്കുക. അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് തന്നെ വേണം നിർബന്ധം പറയണില്ല എന്നർത്ഥം. ധനധാന്യങ്ങൾ സൂക്ഷിക്കുക, അതേമാതിരി വിദ്യാഭ്യാസം, അതുപോലെ അതിഥി പൂജ, അതല്ലെങ്കിൽ ശയനഗൃഹം. അപ്പോൾ ശയനഗൃഹം തെക്കിനിയുടെ എവിടെയും കിഴക്കായിട്ട് തെക്ക് കിഴക്ക് വശത്തായാലും എവിടെയായാലും മധ്യത്തിലായാലും തെക്ക് പടിഞ്ഞാറേ മൂലയിലായാലും വിരോധമില്ല. പടിഞ്ഞാറ്റിയിലായാലും അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായാലും പടിഞ്ഞാറായാലും വടക്ക് പടിഞ്ഞാറേ വശത്തായാലും വിരോധമില്ല. ആ ബെഡ്റൂംസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉചിതം
തെക്കേ വിങ്ങിലോ പടിഞ്ഞാറേ വിങ്ങിലോ ആണെന്നർത്ഥം. അപ്പോൾ നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായ ഏതൊക്കെ തരത്തിലുണ്ടോ അതിനുള്ള സൂചനകളാണ് തരുന്നത്. ആ സൂചനകളൊക്കെ നമ്മൾ സ്വരൂപിച്ച് നമ്മൾ ആ ഗൃഹം നമുക്ക് ഉപകാരപ്രദമായി വേണ്ട വിധത്തിലാക്കി തീർക്കുക എന്നുള്ള തത്വമാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു വിരൽ ചൂണ്ടിയിട്ടുള്ള ഒരു ചെറിയ സന്ദേശം അല്ലെങ്കിൽ ഒരു അറിവ് മാത്രം പകർന്നു തരികയാണ്. അത് ഉപയോഗിച്ച് എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇനി